ഒരു ബിഗിനർ അല്ലെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അയാൾക്ക് ലിറ്ററലി ആളുടെ പാത്ത് കറക്റ്റാണ് അല്ലെങ്കിൽ ആളൊരു ലൂപ്പിലല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറയാം. ഇതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഞാൻ ജസ്റ്റ് വേക്കപ്പാണ്, ഞാനിപ്പം തോന്നിയൊരു കാര്യം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലിനെ ഒരു കരാട്ട പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ല്, ഒരു ഇംഗ്ലീഷ് പഠിക്കുക, ഒരു ലാംഗ്വേജ് പഠിക്കുന്ന പോലെയോ ഒന്നും വെച്ച് കമ്പയർ ചെയ്യരുത്. ഞാൻ പല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ അഡ്മയർ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച പല കാര്യങ്ങൾ ഉണ്ട്, പല സ്കില്ലുകളും. അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആൾക്കാർ ചെയ്യാൻ പാട് എന്നുള്ളൊരു കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് ആക്ച്വലി. അതിൽ ഞാൻ പറയാം, ഞാൻ പതിയെ എത്താം. ഓക്കെ, ടോപ്പിക്കിലേക്ക് എനിക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ വീഡിയോ കണ്ടിന്യൂ വാച്ച് ചെയ്യേണ്ട, ടൈമുള്ളപ്പോൾ കണ്ടാൽ മതി. സോ ലൂപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫിറ്റ്നസ് ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോളജ് ഇല്ല എങ്കിൽ നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും ഒരു വർക്കൗട്ട് പ്ലാൻ ഫോളോ അപ്പ് ചെയ്യും. ഒരു ലെവലെത്തുമ്പോൾ നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ആവും ആ ഒരു വർക്കൗട്ടായിട്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു സയൻറ്റിഫിക് രീതിയിൽ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാ കോൺസെപ്റ്റും മാർക്കറ്റ് വർക്ക് ചെയ്യും. ഇവിടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കോയിൻ എടുത്തിട്ട് ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹെഡ് ഓർ ടെയിൽ വെച്ചിട്ട് ഹെഡ് ഈസ് ബൈ അല്ലെങ്കിൽ ലോങ്, ടെയിൽ ഈസ് ഷോർട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓവർ ദ ടൈം നിങ്ങൾക്ക് ഹെഡ് ടെയിൽ എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പ്രോബബിലിറ്റി ഗെയിമാണ്. സോ ഈ ഒരു ഫീൽഡിൽ ഇത്ര ആൾക്കാർ ഫെയിലാകുന്നത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്വിറ്റ് ചെയ്യുന്നതിലാണ്. സോ ഈ ലൂപ്പിൽ പെടുമ്പോഴാണ് ആക്ച്വലി ആൾക്കാർ ക്വിറ്റ് ചെയ്യുന്നത്. അല്ലെ, അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡാർക്കസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവരൊരു ലൂപ്പിലാണ് എന്ന് അവർക്ക് തന്നെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ലൂപ്പിലായിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഞാനൊരു ലൂപ്പിലാണെന്നുള്ളത്. അത് പെട്ടെന്ന്, എത്രയോ പെട്ടെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ലാസ്റ്റ് ടൈം നമ്മുടെ കുറച്ച് പിള്ളേരോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ട്രേഡിംഗ് ലൂപ്പിൽ പെടുന്നതിനെ പറ്റി മനസ്സിലാവും. പെട്ടെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു റിലേഷനുണ്ട് ആൻഡ് ബോയ് ഓർ ഗേൾ വാട്ട് എവർ ഇറ്റ് ഈസ്, അതർ സൈഡിൽ നിൽക്കുന്ന ആൾ നിങ്ങൾ ഭയങ്കര താല്പര്യമാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവർ പല കാര്യങ്ങളും നിങ്ങളെ കാണിച്ച് മോഹിപ്പിക്കും, പല കാര്യങ്ങൾ, എനി കൈൻഡ് ഓഫ് സംഭവങ്ങൾ. നിങ്ങൾ ഓക്കെ, അത് എന്തെങ്കിലും എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ ദേ ആർ ജസ്റ്റ് യൂസിങ് ആസ് എ ടൈം പാസ് ഓർ ഫോർ നീഡ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. വൈ വിൽ സ്പെൻഡ് അവർ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊരു ലൂപ്പാണ് ആക്ച്വലി. റിലേഷൻഷിപ്പിലേക്ക് ഒരു പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. അതിനേക്കാളും ഡേഞ്ചറാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ. ബിക്കോസ് എല്ലാവരും അഡ്മയർ ചെയ്യുന്നത് ആ ഒരു ഹൈ ലെവൽ, ഐ മീൻ ആ എൻഡ് പാർട്ടിൽ, അതായത് ഗെറ്റിംഗ് റിച്ച് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ബിഗിനേഴ്സ് എല്ലാം പറ്റുക എന്നുള്ളൊരു റിയാലിറ്റിയാണ്. വാട്ട് ഇഫ് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഓൾ ദ ഡേ വി സ്പെൻഡ് ഓൾ ദിസ് ടൈം, നമ്മൾ ഇത്രയും ടൈം, ഇത്രയും വർഷവും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടും നമ്മൾ വിചാരിച്ച ലെവലിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഇതിനകത്തുനിന്ന് ഒരു ഔട്ട്കം നമുക്ക് കിട്ടിയില്ല എങ്കിൽ ആൾക്കാർ ഒബ്വിയസ്ലി കിട്ടി. ബിക്കോസ് റിവാർഡ് ഇല്ലാത്തൊരു സംഭവം നമുക്ക് പിന്നീട് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ജിമ്മിൽ പോവാം, ചത്ത് കടന്ന് വർക്കൗട്ട് ചെയ്തിട്ടും എനിക്ക് അതിനുള്ള റിസൾട്ട് ഇല്ല എങ്കിൽ ഒബ്വിയസ്ലി എനിക്കറിയാം ഡെഡിക്കേറ്റഡ് ആയി നിൽക്കണം, ഡിസിപ്ലിൻ ആവണം. പക്ഷേ ഓവർ ദ ടൈം ഞാൻ തന്നെ മടുക്കും, ഇത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങൾ സപ്ലൈ ഡിമാൻഡ് സോണോ അല്ലെങ്കിൽ എലൈറ്റ് വേവ് തിയറിയോ ബൊളിഞ്ചർ ബാൻഡോ മാഗ്ഡിയോ EMA എന്തോ വേണമെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്തോ. അതൊക്കെ അല്ലെങ്കിൽ ഇതാണ് അടിപൊളി സ്ട്രാറ്റജി, ഇതാണ് അടിപൊളി സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നത്
അതൊക്കെ വെറും ചൈൽഡിഷാണ് ട്രേഡിങ്ങിൽ. എല്ലാ സെറ്റപ്പും ഞാൻ പറഞ്ഞ പോലെ എല്ലാ സെറ്റപ്പും വർക്ക് ചെയ്യും. അതിനകത്ത് സ്പെസിഫൈ ആകുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമേ വന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലാണ്. ഷാരിഖിനെ കണ്ടിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നു, വൈ, എന്തുകൊണ്ട് ആക്ച്വലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ച്വലി വർക്ക് ചെയ്യുന്ന മാർക്കറ്റിൽ. യെസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ ആക്ച്വലി, എൻ്റെ ഉള്ളിലുള്ള ഒരു സയൻറ്റിഫിക് ടെമ്പറാണ് എന്നെ എന്താ പറയണ്ടേ, ICT എത്തിച്ചത്. ഞാൻ അവിടെ ആ ഒരു ICT എന്ന് പറയുന്ന ഒരാളെ പ്രൈസ് ചെയ്ത് പറയുമല്ല. ആക്ച്വലി എനിക്ക് വേണ്ട കണ്ടൻറ് അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതായത് എന്തുകൊണ്ട് ആക്ച്വലി മാർക്കറ്റ് ഇങ്ങനെ റൺ ചെയ്യുന്നു, എന്താണ് ഇന്നെഫിഷ്യൻസി, എന്താണ് എഫിഷ്യൻറ്റ് മൂവ്, എന്താണ് ഇന്നെഫിഷ്യൻറ്റ് മൂവ്, ടെക്നിക്കലി പറയുകയാണെങ്കിൽ എന്താണ് ഹൈ റെസിസ്റ്റൻസ്, എന്താണ് ലോ റെസിസ്റ്റൻസ്, അല്ലെ എന്താണ് ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ്, എന്താണ് ബാലൻസ്ഡ് റേഞ്ച്, എന്താണ് BPR. ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറേ കൂടെ എനിക്ക് സെൻസിബിളായിട്ട് തോന്നി. അപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് റോങ് ആണോ എന്നുള്ളതല്ല അർത്ഥം. ഇവിടുന്ന് ഒരു അപ്ഗ്രേഡബിളായിട്ട് എനിക്ക് എൻ്റെ ട്രേഡിനെ കുറേ കൂടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. അവിടെ എത്തിയപ്പോഴും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവിടെ എത്തിയിട്ടും ICTയുടെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴും അവിടെയാണ് എൻ്റെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ഉറപ്പാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ ട്രേഡ് ചെയ്തെങ്കിൽ പോലും ഞാൻ സംഹൗ ഐ വിൽ എൻഡ് വിത്ത് മേക്കിംഗ് മണി. ബട്ട് ICT ചാനൽ കണ്ട് തുടങ്ങി അവിടെ നിന്നൊരു കറക്റ്റായിട്ടൊരു രീതിയിൽ പോയില്ല. അവിടെ നിന്നൊരു ലൂപ്പിൽ പെട്ടു പോകണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് എനി പെന്നി ഔട്ട് ഓഫ് ഇറ്റ്. കാര്യം ഇത് ലിറ്ററലി ഒരു ലൂപ്പാണ്. ബിക്കോസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഞാൻ എഗെയിൻ പറയാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൽ വലിയ അപ്ഗ്രേഡേഷൻ വരുന്നില്ല. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബ്രേക്ക് ഔട്ട്, അല്ലെങ്കിൽ ചില പാറ്റേൺസ്, അല്ലെങ്കിൽ ക്യാൻഡിൽസിൻ്റെ സൈക്കോളജി, ഐ മീൻ ഇങ്ങനത്തെ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹാമർ, ഡോജി, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് കാണാം. ചില ഏരിയയിൽ ഇതിൽ വർക്ക് ചെയ്യും, ചില ഏരിയ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, പാറ്റേൺ പഠിച്ച് ട്രേഡ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ പ്രോബബിലിറ്റിയിൽ നോക്കുമ്പോൾ പതിയെ സംഹൗ യു വിൽ മേക്ക് സം മണി ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ നിങ്ങളൊരു അപ്ഗ്രേഡിന് വേണ്ടി ചിന്തിച്ച് ICTയിൽ ഇതാണ് എല്ലാവരുടെയും കുഴപ്പം. എനിക്കറിയാം, ICT ചാനൽ വാച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തൊട്ട് നിങ്ങളുടെ ഒരു അധപ്പതനമായിരിക്കും. ഞാൻ പറയുന്നത് റോങ് ആയിട്ട് എടുക്കരുത്. പിന്നെ ഗുഡ് വേ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ലൂപ്പിലേക്ക് കയറുകയാണ്. നിങ്ങൾ ICT ചാനലിലേക്ക് കയറുമ്പോൾ തന്നെ ഇതൊരു എന്താണ്, ബ്ലാക്ക് ഹോളിനകത്തോട്ട് കയറുന്ന പോലെയാണ്. ദർ ഇസ് നോ വേ ഔട്ട്. അതിനകത്തുനിന്ന് വേ ഔട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ ഞാൻ വന്ന പോലെ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പല ആൾക്കാരും ഉണ്ടങ്ങനെ. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിളാക്കി എടുക്കുക? അപ്പം എന്താണ് ആക്ച്വലി ലൂപ്പ്, അല്ലെങ്കിൽ നിങ്ങളൊരു ലൂപ്പിലാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ല. അതായത് നിങ്ങളെല്ലാം ട്രേഡ് ചെയ്യും. അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പും ട്രേഡ് ചെയ്യും, ഓർഡർ ബ്ലോക്കും ട്രേഡ് ചെയ്യും. ഐ മീൻ നിങ്ങളുടെ കണ്ണിൽ കാണുന്ന എല്ലാം നിങ്ങൾക്ക് ട്രേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ട്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ആർ ഇൻ എ ലൂപ്പ് ആക്ച്വലി. ബിക്കോസ് നമ്മളൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾ ബേസ്ഡ് ആണ് ആക്ച്വലി. സെറ്റപ്പ് ഇൻക്ലൂഡ് എവരിത്തിങ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഞാനെങ്കിൽ എൻ്റെ സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ചാർട്ട് പാറ്റേണിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ എൻകറേജ് ചെയ്യുന്ന ഒരു സാധനം റൂൾസാണ്. അതിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട റിസ്ക് മാനേജ്മെൻറ്റ്, അതിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ട്രേഡ് പ്ലാൻ, ട്രേഡ് ചെയ്യേണ്ട ഡേയ്സ്, ട്രേഡ് ചെയ്യേണ്ട ടൈം, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എൻ്റെ സെറ്റപ്പ് ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം സ്റ്റിൽ യൂസിങ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം ചെറിയ മാനിപ്പുലേഷൻസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. എനിക്ക് ഓവർ ദ ടൈം, അതായത് ഇപ്പം ഞാൻ ICTയുടെ യൂട്യൂബ് ചാനൽ കാണുന്നില്ല, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ അഗെയിൻ പറയട്ടെ, ഇതൊന്നും ഡിസ്റെസ്പെക്റ്റ് അല്ല. ആസ് എ പേഴ്സൺ എനിക്ക് വേണ്ട കാര്യം ഞാൻ എന്നെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇനി ഓവറായിട്ടൊന്നും അതിനകത്തൊന്നും കിട്ടാനില്ല ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് രീതിയിൽ നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ സംഭവം മേ ബി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സംഭവം മനസ്സിലാവും എവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് വരും, അങ്ങനത്തെ രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല. അതേപോലെ തന്നെയാണ് ഇതിന് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല എങ്കിൽ അവിടെ മുതൽ നമ്മൾ അഗെയിൻ ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ട്രാപ്പിലേക്ക് വീഴാണ്. ഇനിയിപ്പോൾ ICT 2000, ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 2025 ജൂലൈ. അപ്പോൾ മേ ബി ഇനി 2026 ICT അടുത്ത വീഡിയോ ഇറക്കാമല്ലോ. അല്ലെങ്കിൽ ഇനി അഡ്വാൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഇനി വേറെ ഒരാൾ കൊണ്ടുവന്നാൽ പോലും, അല്ലെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ യു ആർ നോട്ട് ഗോയിങ് ടു ബി എ പ്രോഫിറ്റബിൾ ട്രേഡർ ആക്ച്വലി. കാര്യം
ഒരു സെറ്റപ്പ്, ഒരു സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം അറ്റ്ലീസ്റ്റ് കൊടുക്കണം. പിന്നെ ഏത് സെറ്റപ്പ് ആണെങ്കിൽ പോലും അതിനൊരു ഡൗൺഫാൾ ഉണ്ട്. എല്ലാ സെറ്റപ്പ്, അല്ലെങ്കിൽ എൻ്റെ സെറ്റപ്പ് വർക്ക് ചെയ്യാത്ത ഇയറുണ്ട്, ഈ വർഷങ്ങളിൽ ചില മാസങ്ങൾ എൻ്റെ സെറ്റപ്പ് അത്ര ക്ലീനായിട്ട് വർക്ക് ചെയ്യാത്ത മാസങ്ങളുണ്ട്. അതിപ്പം എനിക്കതെങ്ങനെ മനസ്സിലായി? ഇപ്പം ഞാൻ ഇത്രയും ഇയറായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ, എൻ്റെ സെറ്റപ്പ് ഇത്രയും നാളായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ, ഇത്രയും ഇയറായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഓക്കെ ഇത് എവിടെയാണ് വർക്ക് ചെയ്യാത്തത്, എവിടെയാണ് വർക്ക് ചെയ്യാത്തതെന്നുള്ളത്. സോ എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ ട്രേഡ് ചെയ്യാത്തൊരു ലിക്വിഡിറ്റി ആയിരുന്നു ML MH എന്ന് പറയുന്ന ലിക്വിഡിറ്റി. ഇത് വേറെ ആർക്കും അറിയത്തില്ല, ഞാൻ എൻ്റെ വായി എന്ന് പറയുന്നൊരു സംഭവമാണ്. ഞാനിട്ട പേരാണ് ML MH എന്ന് പറയുന്നത്. അപ്പം കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് അത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് മെയിൻലി എൻ്റെ ട്രേഡ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് നാസ്ഡാക്കിൽ. അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒബ്വിയസ്ലി അത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഓക്കെ, ബാക്ക് ടു അവർ ടോപ്പിക്. കോൺസ്റ്റൻറ്റ് ലേണിംഗ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ 1:10 റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ എടുത്ത 1:10 റിസ്ക് റിവാർഡ്. അപ്പോൾ നിങ്ങൾക്കൊരു തോട്ട് വരുവാണ്, എന്നാൽ പിന്നെ അതൊന്ന് പോയി കണ്ടു നോക്കിയാലോ എന്നൊരു തോട്ട് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ സെറ്റപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവിടെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾ പ്ലേ പേടി. ഇപ്പം ഞാനിത് പറയുന്നത് എല്ലാവർക്കും ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് 100% ഉറപ്പാണ്. ഇവൻ എന്തോ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണുന്ന ബിഗിനേഴ്സിനും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു 5 വർഷം 6 വർഷമൊക്കെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടും നിങ്ങൾ വിചാരിച്ചത്ര ഒരു ഡീസൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം കോൺസ്റ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും വലിയൊരു ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ സെറ്റപ്പ്, അതിൽ ആ ഒരു സെറ്റപ്പ് മനസ്സിലാക്കിയ ഒരാൾക്ക് മനസ്സിലാവും ഇതിനപ്പുറം മാർക്കറ്റിൽ ഇനി ഒന്നുമില്ല. ലിറ്ററലി ദർ ഇസ് നത്തിങ് ആക്ച്വലി. ഇപ്പം എക്സാമ്പിൾ പറയുന്നത് 1 + 1 = 2 ആണ്. 2 കിട്ടാൻ പല പല വേസ് ഉണ്ട്. പറഞ്ഞ് മനസ്സിലായോ? 2 എന്ന് പറയുന്ന ആൻസർ കിട്ടാൻ പല പല വേസിൽ നമുക്ക് 0.5 × 4 = 2 നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിപ്പെടാം. ഇപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പം ഒരാൾ ബ്രേക്ക് ബൈ ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെറ്റപ്പ് ഫോം ചെയ്താൽ ബൈ ചെയ്താലും, അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം പേ ഔട്ട് വരുമ്പോൾ ഒരിക്കലും ചോദിക്കത്തില്ല നീ ICT ട്രേഡർ ആണോടാ, അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണോടാ. അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം ഇഫ് ഹി മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. സോ സെറ്റപ്പിനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജിക്കോ ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഈസ് സംതിങ്. സോ എക്സ്പെരിമെൻറ്റ് ബൈ യുവർ സെൽഫ്. ഈവൻ എൻ്റെ സെറ്റപ്പ് ടീച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ ഫെമിലാരിറ്റിയിലല്ല ചെയ്യുന്നത്. പലരും അവരുടെ രീതിയിൽ ഇപ്പോൾ VLP ILP മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ 100% അല്ല, അവരുടെ രീതിയിൽ അവരതിനെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ചിലർ ലിറ്ററലി പറയുന്നത് കേട്ടിട്ട് ഞാൻ ആ ഒരു സമയത്ത് വന്നിരുന്നിട്ട് ഞാൻ ട്രേഡ് എടുത്ത് കണ്ടിട്ടുണ്ട്. കാര്യം ചില സമയത്ത് എനിക്കറിയാത്ത സമയത്ത് അവർ ഫ്രീ ആവുന്ന ആ സമയമായിരിക്കും. ആ സമയത്ത് ഈ VLP ILP പക്കയായിട്ട് പ്ലേ അപ്പ് ചെയ്യുന്നതായിട്ട് അവരെന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഡേറ്റ. പിന്നീട് ഞാൻ ആ ഒരു ടൈം വന്നിരിക്കുമ്പോൾ ശരിയാണ്, പ്രലോങ് ആ ഒരു ടൈമിലേക്ക് പോകുമ്പോഴും കാണാം. പിന്നെ ഏറ്റവും വലിയൊരു നേരത്തെ പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ പറയട്ടെ, ഏറ്റവും സിംപ്ലസ്റ്റ് സാധനവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ലിക്വിഡിറ്റി. ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും റോക്കറ്റ് സയൻസ് അല്ല, അതാദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങൾ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നു അത്രത്തോളം നിങ്ങൾ വിന്നാവാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കുറയും. ഒരിക്കലും ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇതിനെ അങ്ങ് ഹൈപ്പിലെടുത്ത് വെച്ചേക്കുകയാണ്, അത്രയൊന്നും വേണ്ട. ലൈക്ക് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വേർ ദ ഓർഡേഴ്സ് ആർ, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിടക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷനുള്ള റീസൺ എന്താണ്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ, ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടാണ് ബാലൻസ്ഡ് റേഞ്ച്, എവിടാണ് ഇംബാലൻസ്ഡ് റേഞ്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ നിന്ന് പൈസ കടം മേടിച്ച്, ഒരു 3-4 പേരെടുത്തും പൈസ കടം മേടിച്ചെന്ന് വിചാരിക്കുക. അപ്പം ഈ 4 പേരും നിങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യും, തിരിഞ്ഞു പോയ ആൾക്കാർ നിങ്ങളെ കാണുവാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തോട്ട് വരും. ബിക്കോസ് നിങ്ങൾ പൈസ കടം കൊടുത്തിട്ട് നിങ്ങൾ അയാളെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അയാൾക്ക് പൈസ തിരിച്ച് കിട്ടത്തുള്ളൂ. മനസ്സിലായി?
അപ്പോൾ വൺസ് നിങ്ങൾ ഓരോ ആൾക്കാരുടെ പൈസ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഒരാളുടെ പൈസ കൊടുത്ത് തീർത്ത് പിന്നെ അയാൾക്ക് നിങ്ങൾ എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ആൾക്കും നിങ്ങൾ പൈസ കൊടുത്ത് തീർത്ത് അവിടെ അയാൾക്ക് പിന്നെ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അയാൾക്ക് നിങ്ങൾ എടുത്തോട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള 2 പേരുണ്ട്, അവർക്കാണ് നിങ്ങൾ എടുത്തോട്ട് വരേണ്ട ആവശ്യം, ബിക്കോസ് അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കാനുണ്ട്. ബാക്കി 2 പേരുടെയും എന്താണ്, അവരുടെ അക്കൗണ്ട് നിങ്ങൾ ബാലൻസ്ഡ് ആക്കി, അവിടെ ബാലൻസ്ഡ് ആണ് ആക്ച്വലി. മറ്റുള്ള 2 പേരാണ് ആക്ച്വലി ലെഫ്റ്റ് ഓവർ. ഇനി അവർ ബാലൻസ്ഡ് ആക്കുന്നവരെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് എ ലിക്വിഡിറ്റി. അത്രേ ഉള്ളൂ സത്യം പറഞ്ഞ ആ കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് ഓൾവേസ് ബാലൻസ്ഡ് റേഞ്ച് ആൻഡ് ഇൻബാലൻസ്ഡ് റേഞ്ച്. ഈ ലെവലിൽ മാർക്കറ്റിന് ഈ ഒരു പേഴ്സ്പെക്റ്റീവ് എവിടെ അച്ചീവ് ചെയ്യുന്നു, അവിടെ ആണ് ആക്ച്വലി ചാർട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങുന്നത്. ചില ഏരിയാസ് ചിലർ പറയുന്നു, ചില ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പും ഈവൻ ബ്രേക്ക് ഗ്യാപ്പ് അറിയാവുന്നവർ പോലും, എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇന്ന് വരെ ഒരു നല്ലൊരു ടീച്ചിങ് കണ്ടന്റ് കണ്ടിട്ടില്ല ബ്രേക്ക് ഗ്യാപ്പ് തിയറിയുടെ. ഇപ്പം ഈവൻ ഞാൻ ഐ സി ടിയെ കുറ്റപ്പെടുത്തല്ല, ഐ സി ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പക്കയാണ്. ബട്ട് അറ്റ് സം ഹൗ എന്തുകൊണ്ട് ഇപ്പം ഐ സി ടി പറയുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ഫ്ലോ ഇൻഡിവിജ്വൽ പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് റീട്രേസ് ചെയ്യേണ്ട. എത്ര പേർക്ക് അത് ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് ആൾ അങ്ങനെ പറയുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്? അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ് ആക്ച്വലി? ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡി പി ആർ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ബിക്കെയിം ഒരു ബാലൻസ്ഡ് റേഞ്ച്. അല്ലെങ്കിൽ ടെക്നിക്കലി നമുക്കത് കാണുമ്പോൾ പറയാൻ പറ്റും, ഓക്കെ ഇത് ബാലൻസ്ഡ് ആയി. എന്താണ് അതിൻ്റെ പുറകിൽ നടക്കുന്ന സൈക്കോളജി? ഇതെല്ലാം ആണ് ലിക്വിഡിറ്റിയുടെ സൈഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക, ട്രേഡിങ്ങിൽ എന്തെങ്കിലും പഠിക്കുക. ഇഫ് യു ആർ ട്രൈങ് ടു ലേൺ സംതിങ് ഫ്രം ട്രേഡിങ്, യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ ഇറ്റ്. അതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, try to realize what is actually happening on this market. It's literally fractal in nature. അതും ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോയ്ക്ക് 16 മിനിറ്റ്. സോ ബി അവെയർ. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണോ, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്താണോ, നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാരാണോ, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ, ഇതെല്ലാം മാറ്ററാണ് ഹൂ ആർ ഗോയിങ് ടു ബി വിക്കെയിം. So always be thankful what you have and work on yourself. It's not an advice, and എനിക്ക് തോന്നിയ കാര്യം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതിനകത്തിന് അടുത്ത് പറയാനായി റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അതിനെ പറ്റിയും കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് വീഡിയോ എങ്ങനെ പോയാലും 1/2 മണിക്കൂർ കൂടുതൽ വരും. എനിക്ക് കൈ പിടിച്ച് എൻ്റെ കൈ വേദന എടുക്കുന്നു. കണ്ടോ, കൈ കണ്ടോ, ഫോൺ പിടിച്ച് കൈ കൊഴിഞ്ഞു പോയി. റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി. അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പം റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പസിലാണ് ആക്ച്വലി. അതിന് ഒരു 3x3 റൂബിക്സ് ക്യൂബിന് പല നൊട്ടേഷൻസ് ഉണ്ട്. അതായത് ഒരു ലെവൽ, ഇപ്പം ഞാനൊരു നൊട്ടേഷൻ, ഒരു റൈറ്റിലേക്ക് ഒരു റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ, നൊട്ടേഷൻ എന്ന് പറയുന്നത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്യൂബ് നേരത്തെ ഇരുന്ന ഒരു ഫോം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു മൂവ് ഞാൻ നടത്തി കഴിഞ്ഞാൽ നേരത്തെ ഇരുന്ന ആ ഒരു ഫോമിൽ ഈ ക്യൂബ് 52 ടൈപ്പ് രീതിയിൽ അതാകാം, 52 or 58 ടൈപ്പിലോ അത് ആകാം. അതായത് ആ ഒരു രീതിയിൽ നമുക്ക് നൊട്ടേഷൻസ് നടത്തി കഴിഞ്ഞാൽ അത് ശരിയാകാം, അല്ലെങ്കിൽ അത്രയും മൂവ്മെൻറ്റ് അതിൽ പോസിബിളാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വേറൊരു മൂവിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു മൂവ് സെയിം സാധനം തന്നെ പിന്നെ അവിടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. പറഞ്ഞ് മനസ്സിലായി? ഞാൻ എന്താ വേണ്ടി രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. അത് വിടുക, ആ ഒരു എക്സാമ്പിൾ വിടും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇനി എത്രത്തോളം നല്ല സെറ്റപ്പ്, ഇത്രയേ ഉള്ളൂ പച്ചയ്ക്ക് പറയാൻ, എത്രത്തോളം നല്ല സെറ്റപ്പ് ഉണ്ട്, എത്രത്തോളം നല്ല നല്ല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് പോർ ആണെങ്കിൽ സെയിം സംഭവം, ഞാൻ നോട്ട് ഗോയിങ് ടു മേക്ക് എനി പെന്നി ഔട്ട് ഓഫ് ഇറ്റ്. കാര്യം എൻ്റെ മെൻറ്റർഷിപ്പിൽ തന്നെയുള്ള പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് സേഫ് സോണിൽ നിന്ന് കളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 1% റിസ്ക് ചെയ്ത് ട്രേഡ് എടുക്കാവൂ, ഇതിനപ്പുറം ഇത് റൂളാണ് ആക്ച്വലി. 1% എൻ്റെ സെറ്റപ്പിൽ ഞാൻ പേഴ്സണലി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു റിസ്ക്കാണ് 1% റിസ്ക്. 1% റിസ്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അതിന് എപ്പോഴൊക്കെ റിസ്ക് ചെയ്യണം, അതും വലിയൊരു കാര്യമാണ്. അത് എപ്പോഴൊക്കെ 1% റിസ്ക് ചെയ്യണം, 1% റിസ്ക് ചെയ്യാത്ത ഏരിയാസ് ഉണ്ട്. അതെല്ലാം എൻ്റെ ആപ്ലിക്കേഷനുള്ളവർക്കാണ് ഇതൊക്കെ അറിയാം. അപ്പം റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബാലികേറാമല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് യു നീഡ് ടു ഫോളോ ഇറ്റ്. അതൊരു റൂളാണ്, ഒരു ഡിസിപ്ലിനാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന പോലെ
നിങ്ങൾ ജിമ്മിൽ പോയിട്ട് എത്ര നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളൊരു പ്രോപ്പർ ഡയറ്റ് പ്ലാനോടെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലീൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓവർ ദ ടൈം. സോ അതേപോലെ തന്നെ അല്ല അതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു ട്രേഡിംഗ് പ്ലാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്കതിനൊരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുമ്പോഴേ ഞാൻ പറയാം സെറ്റപ്പ് ഇൻക്ലൂഡ് എവരിത്തിങ്, റിസ്ക് മാനേജ്മെൻ്റ് അല്ല. പക്ഷേ പലരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ആണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾ എത്ര വലിയ റോക്കറ്റ് സയൻസ് ട്രേഡ് ചെയ്താലും യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് എനി പെനി ഔട്ട് ഓഫ് ഇറ്റ്. യു വിൽ മേക്ക് ബൈ ഓവർ ടൈം. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിലല്ല കാര്യം, ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കുന്നതിലല്ല കാര്യം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു എമൗണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ശരിയാണ്, നമുക്ക് മാർക്കറ്റ് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓക്കെ നാളെ ഇങ്ങനെ ആയിരിക്കും, നമ്മളെല്ലാം എന്താ നമുക്ക് സ്പെക്കുലേഷൻസ്, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബാലൻസ്ഡ് ആണ്, ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ നമ്മൾ പൈസ മേടിച്ച ഒരാൾ തിരിച്ച് വന്ന് അയാൾക്ക് നമ്മൾ പൈസ കൊടുത്ത് വിട്ടാൽ അയാൾ പിന്നീടും തിരിച്ച് വന്ന് ചോദിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ആക്ച്വലി. അപ്പം അങ്ങനെ അയാൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ദെർ ഈസ് സംതിങ് എൽസ്. അവിടെ ചിലപ്പോൾ ആൾക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കും, നമ്മളോട് കടം ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ ഇപ്പോൾ 1000 രൂപ നമ്മൾ കടം മേടിച്ചിട്ട് നമ്മൾ 700 രൂപ കൊടുത്തുള്ളെങ്കിൽ ബാക്കി 300 രൂപ മേടിക്കാൻ അയാൾ തിരിച്ചു വരും. അങ്ങനെ ദെർ ഈസ് റീസൺ, സ്റ്റിൽ ദെർ ഈസ് റീസൺ. വരണ്ട എന്ന് പറഞ്ഞാൽ കൊടുത്ത് തീർത്തെന്ന് പറഞ്ഞാൽ ദെർ ഈസ് സ്റ്റിൽ റീസൺ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. സോ ഇന്ന് റെസ്റ്റ് ഡേ ആണ്, ജിമ്മിൽ പോയില്ല. അപ്പോൾ രാവിലെ എണീറ്റു, തോന്നിയത് കുറച്ച് തോട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തത്. എനിവേ 21 minutes. Peace out. Always be thankful for what you have and pray to God. Bye.